Good morning from Bon Voyage and here is a new video. നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര പ്ലാൻ ചെയ്തിട്ടാണുള്ളത്. എൻ്റെ കൂടെ ഹണിയുണ്ട്. ഹണീനെ അറിയാത്ത ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹണി എൻ്റെ സിസ്റ്ററാണ്, അറിയാത്ത ആൾക്കാർക്ക്. ഹണി എൻ്റെ സിസ്റ്ററാണ് ആൻഡ് വി ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു നോർത്ത്. നമ്മളങ്ങനെ ട്രെയിൻ ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷായി. ഇപ്പം ബാഗെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചു. ബാംഗ്ലൂരിലാണുള്ളത്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നേരെ പോവുകയാണ് നമ്മൾ. ഇപ്പം ഭക്ഷണം കഴിക്കണം. പിന്നെ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കളിക്കും. വിൽ സി എവിടേക്കാണ് പോകുന്നത്, നോർത്തിലേക്ക് എങ്ങോട്ടാണ്, പിന്നെ എത്ര മണിക്കാണ് ട്രെയിന്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ പുതിയൊരു വ്യൂവർ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് വരുന്നതാണ്. നമ്മളങ്ങനെ നടന്ന് യശ്വന്ത്പൂർ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ശ്രീരാംപൂരിൽ നിന്ന് മല്ലേശ്വരത്തേക്ക് നമ്മൾ പോകും. അതായത് ഇവിടെ നിന്ന് നേരെ ശ്രീരാംപൂരിലേക്ക് പോകും. അവിടെ നിന്ന് മല്ലേശ്വരത്തുള്ള CTR പോയിട്ട് നല്ല മസാല ദോശയും കോഫിയും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി നോക്കാം. എത്ര ടേസ്റ്റ് ഉണ്ട് നമുക്ക് വിലയിരുത്താം. നമ്മളങ്ങനെ നടന്നിട്ട് CTRൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ദോശയും കോഫിയും അല്ലേ പറഞ്ഞത്? ദോശയും കോഫിയും കഴിച്ച് നോക്കാം. ഇവിടുത്തെ സ്പെഷ്യൽ സാധനമായിട്ടുള്ളത് അതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ദിസ് ഈസ് CTR. അങ്ങനെ നമ്മളെ ദോശ വന്നിട്ടുണ്ട്, മസാല ദോശ. വളരെ കുഞ്ഞ് ദോശ കേട്ടോ. ഞാൻ വിചാരിച്ച് 80 രൂപയുണ്ട് ദോശയ്ക്ക്. പക്ഷേ കുഞ്ഞ് ദോശ ആയതുകൊണ്ട് 80 രൂപയ്ക്ക് മാത്രം ഉണ്ടോ അറിയില്ല. എന്തായാലും തിന്ന് നോക്കാം. ഹണി കഴിച്ച് നോക്കിയിട്ടുണ്ട്. ഹണി എങ്ങനെയുണ്ട്? നല്ലയുണ്ടാ? അങ്ങനെ കാത്ത് നമ്മളെ കോഫി വന്നിട്ടുണ്ട്. ഹണി മസാല ദോശ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞാൽ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എനിക്ക് കഴിച്ചിട്ട് നല്ല കട്ടി തോന്നി. ഭയങ്കര എണ്ണയിൽ മുക്കിയിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വലിയ സൂപ്പർ എന്നൊന്നും പറയില്ല. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. മസാല ദോശ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, കഴിച്ചിരിക്കാം അത്ര. അല്ലാതെ സൂപ്പർ എന്ന് പറയാനില്ല. കോഫി പൊടിയായിരുന്നു, സൂപ്പർ കോഫിയായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ കോഫി ഒരു തവണ ട്രൈ ചെയ്തോ. എത്ര? 25 രൂപയാണ്. 25 രൂപേൻ്റെ കോഫിയാണ് കേട്ടോ. നല്ലുണ്ട്, സൂപ്പർ. അപ്പോൾ നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ വഴി പോകുന്നത് അല്ലെങ്കിൽ ബസ് വഴിയാണ്? മെട്രോ പോയാൽ പെട്ടെന്ന് ഇതിൽ പോയിട്ട് അതിൽ പോകാം. അപ്പോൾ നമുക്ക് മല്ലേശ്വരം സർക്കിൾ എത്തും. അവിടുന്ന് റൈറ്റ് എടുത്താൽ ശ്രീരാംപുര മെട്രോ സ്റ്റേഷനിൽ തന്നെ അവിടെ തിരിച്ച് അവിടുന്ന് കബ്ബൺ പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്താൽ ഡയറക്റ്റ് ആണ് പോകാം. ഓക്കെ, അപ്പം കബ്ബൺ പാർക്കിലേക്കാണ് പോകേണ്ടത്. മെല്ലെ നടന്നു നോക്കാം, പോയി നോക്കാം. പ്രഭാതത്തിൽ പൊട്ടിവിടർന്ന ബാംഗ്ലൂർ നഗരം കാണാൻ തന്നെ എന്തൊരു ഭംഗി. കുളിർമയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു രസമുണ്ട് കാണാൻ. എല്ലാവരും നല്ല ഫ്രഷായി ജോലിക്ക് പോകുന്ന ആ ഒരു തിരക്കേറിയൊരു നഗരം എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ ഒരു രസമുണ്ട്. അടുത്ത പണി കിട്ടുന്നത് വരെ ഞാനിത് പറയും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ മാറ്റി പറയും. അത്ര വരെ നല്ല ഭംഗിയുള്ള നഗരം. നമ്മളങ്ങനെ കബ്ബൺ പാർക്കിലേക്ക് മെട്രോ കയറി വന്നു. ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് നോക്കണം. തേജസ് നല്ല എഴുതിയിട്ട് കാണുന്നുണ്ട്.
ഇന്ത്യൻ ആർമീൻ്റെ വണ്ടി ആയിരിക്കും, ചിലപ്പോൾ പഴയത് പൊളിക്കാൻ വെച്ചത് അങ്ങനെ വെച്ചാന്ന് തോന്നുന്നു. അപ്പം ദിസ് ഇസ് കബൻ പാർക്ക് എൻട്രൻസ്. നമുക്കങ്ങനെ ഇതുവഴി കയറി ഇനി നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളതും പോകുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് തീരുമാനിക്കാൻ, സമാധാനമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് ഉള്ളിൽ കൂടെ എല്ലാം കറങ്ങിയിട്ട് വരാം. കബ്ബൺ പാർക്കിൻ്റെ മുമ്പിൽ നമ്മളെയും കാത്ത് ഒരു ബെൻസും ഒരു BMW X4 നിൽക്കുന്നുണ്ട്. കണ്ട ഏതാ ലുക്ക്. ഇത് മെയ് ബാക്കാന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ ബാക്ക് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? നമ്മളെ മുമ്പിൽ കാണുന്നതാണ് ബാംഗ്ലൂർ ഹൈക്കോർട്ട്. അപ്പം ഇതിൻ്റെ ഏത് ഭാഗത്താണ് വിധാൻ സൗധ വരുന്നത്? അതെയാ, ഇതിൻ്റെ നേരെ നടന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ വിധാൻ സൗധ ഉണ്ട് എന്നാണ് നമ്മുടെ ഹണി പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കബൻ പാർക്കിലൂടെ ചുറ്റിയടിച്ച് കുറേ നടന്ന് ക്ഷീണിച്ച് ഇപ്പം ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ യാത്രാ പ്ലാനുകൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ മാത്രമായിരുന്നു ഉണ്ടായത്. അത് കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുമെന്നൊരു ഉറപ്പില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പം രാത്രി 11:40 ബാംഗ്ലൂർ യശ്വന്ത്പൂരിൽ നിന്ന് ട്രെയിൻ ഉള്ളത്. അപ്പം ആ ട്രെയിനിൽ കയറി കഴിയുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. കാരണം അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അവിടെ എത്തും, ഓക്കെ ഓൾ സെറ്റാണ്. പിന്നെ സീറ്റ് ഉണ്ടാവുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉറപ്പില്ല. കാരണം ജനറൽ ടിക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പോകാനാണ് വിചാരിക്കുന്നത്. ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്, പക്ഷേ കൺഫേം ആയിട്ടില്ല. വെയിറ്റ് ചെയ്യാണ്. കൺഫേം ആയാൽ നല്ലത്. ഇപ്പം കബൻ പാർക്കിലാണുള്ളത്. ചുറ്റും നല്ല പക്ഷികളുടെ കളകളാരവം കേട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നിറച്ചും തത്തകളും പരുന്തും പിന്നെ കാക്കയും പിന്നെ പ്രാവും മൈനകളും പിന്നെ അണ്ണാരക്കണ്ണനും നിറച്ചും ഭയങ്കര രസം, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സമയം പോകുന്ന അറിയില്ല. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 12-1 മണിയായി. ഉച്ച 12-1 മണിക്ക് നല്ല തണുപ്പ്. വെയിലുണ്ട്, പക്ഷേ തണുപ്പ്, നല്ല സുഖം. അപ്പം ഇവിടുന്ന് പ്ലാനെല്ലാം ചെയ്ത് ഭക്ഷണം എല്ലാം ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മളിങ്ങനെ മെല്ലെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. നമ്മളങ്ങനെ കബൻ പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മണി കഴിഞ്ഞു, 1-1:15 അപ്പം ഇവിടെ 30 രൂപയ്ക്ക് പാസ്ത കൊടുക്കുന്ന ഒരു കുഞ്ഞു കട, ഒരു സ്ട്രീറ്റ് ഫുഡ് ലൊക്കേഷനാണ്. ഇവിടെ കുറച്ച് കുഞ്ഞു ലൊക്കേഷൻ, പാനിപ്പൂരി, ഫ്രൂട്ട്സ്, അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ നമുക്കിവിടെ ഇന്ത്യൻ പാസ്ത എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്. അപ്പം ഞാനും ഹണിയും കൂടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു വൈറ്റ് പാസ്ത, ഒരു റെഡ് പാസ്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടും നമുക്ക് എങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കാം. അണ്ണൻ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ജോറായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അണ്ണൻ ഹെസറേನು സ്വാമി. നമ്മളെ സ്വാമി അണ്ണനാണ് ഇവിടെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. നല്ല ചൂടാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ റെഡ് പാസ്ത ഹാഫ് സൈസ് കിട്ടുന്നത് 30 രൂപയ്ക്ക് നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കണക്കായിട്ട് കിട്ടുന്നുണ്ട്. ഹണിയാവുന്ന ടേസ്റ്റ് നോക്കിയാൽ എങ്ങനെയുണ്ട്? ടേസ്റ്റിയാ? അതെയാ, എങ്ങനെയുണ്ട് പറ. അതെയാ, അതെയാ, അത് ശരി. നമ്മുടെ എന്താ ഇത്, മാക്കറോണി അല്ലേ ഇത്? അത് വെച്ചിട്ട് ഓക്കെ, താങ്ക് യു അണ്ണാ. ഇത് നമ്മുടെ വൈറ്റ് പാസ്ത കിട്ടിയിട്ടുണ്ട്. വൈറ്റും റെഡും കൂടി ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. പാസ്തേനകത്ത് ഇത് ഇടൂലോ, ബേബി കോൺ ഇടൂല, സ്വീറ്റ് കോൺ ഇടൂല. കൊള്ളാം. ഹൈക്കോർട്ടിൻ്റെ കോംപ്ലക്സിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തേക്ക് വിധാൻ സൗധേൻ്റെ ഭാഗത്തേക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ഷോപ്പ് വെച്ച് ഇങ്ങനെ ഒരു തട്ടുകട പോലെ സെറ്റപ്പിൽ മുളക് ബജ്ജി, അതേപോലെ ചപ്പാത്തി, ചോറ്, കറിയെല്ലാം കൊടുക്കുന്നുണ്ട്. 50 രൂപയ്ക്ക് ഇതേപോലെ ഈ പ്ലേറ്റ് കാണുന്ന ഒരു സെറ്റ് കിട്ടും. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് ഉച്ചഭക്ഷണം ഇവിടുന്ന് സെറ്റാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാമെന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ചപ്പാത്തിയും പിന്നെ എന്താണ് അതിൻ്റെ ചപ്പാത്തിയും വെജ് കറിയും കഴിച്ചിട്ട് ബജ്ജി മുളകും കഴിച്ചങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഹൈക്കോർട്ടിൻ്റെ ഈ ഔട്ട്സ്കേർട്ടിൽ ഫുള്ള് ഈ സ്ട്രീറ്റ് ഫുഡ് തരത്തിലുള്ള ആൾക്കാരുണ്ട്.
അപ്പം കുറേ വക്കീലന്മാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ടിപ്പം വിധാൻ സൗധേൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വിധാൻ സൗധ കാണാം. കർണാടക ഹൈക്കോർട്ടാണിത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിധാൻ സൗധ. വിധാൻ സൗധയിൽ എത്തിയിട്ട് എന്താ തോന്നുന്നത്? ആദ്യമായിട്ടില്ല ബാംഗ്ലൂരിൽ ഇത്ര കാലം 3 കൊല്ലത്തിലധികം പഠിച്ചിട്ട് ഇപ്പോഴാണ് വിധാൻ സൗധയിൽ ഒരാൾ വരുന്നത്. നല്ല രസമുണ്ട്. ഞാൻ ആദ്യം കാണാത്ത മോശമായി പോയി. കണ്ടിട്ടില്ല ഇങ്ങനെ. എൻ്റെ ഒരു വലിപ്പം കണ്ടിട്ട് തന്നെ ഭയങ്കര രസം, ഭയങ്കര ഭംഗി, ഒരു കൊട്ടാരം ഫീല്. അങ്ങനെ വിധാൻ സൗധയെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ മെട്രോ പിടിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ സാൻഡൽ സോപ്പ് ഫാക്ടറി സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഓറിയോൺ മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പ്ലാൻ ഉള്ളത്. അവിടെ ആകുമ്പോൾ നമുക്ക് ഫോണ് ചാർജ് ചെയ്യാനെല്ലാം കുറച്ച് സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് ഫുൾ സെറ്റായിട്ട് നമ്മൾ ഇന്ന് രാത്രി 11:40 വണ്ടിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനകത്ത് കയറി നേരെ വിടും. എങ്ങോട്ടേക്കാണുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും ബൈ.